ഒരു പ്രോപ്പർട്ടി ഡെവലപ്പറുടെ കയ്യിൽ നിന്ന് വീട് സ്വന്തമാക്കാൻ ഉദ്ദേശിക്കുമ്പോൾ പ്രധാനമായിട്ടും 3 ഓപ്ഷനുകളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഒന്ന്, ഡെവലപ്പ് ചെയ്ത പ്ലോട്ടുകൾ വാങ്ങിക്കുക. 2, വില്ല പ്രൊജക്റ്റുകളിൽ വില്ല വാങ്ങിക്കുക. 3, അപ്പാർട്ട്മെൻറ്റുകളോ ഫ്ലാറ്റുകളോ വാങ്ങിക്കുക. ഇങ്ങനെ 3 ഓപ്ഷനുകളാണ് നമ്മുടെ മുന്നിൽ പ്രധാനമായിട്ടും വരുന്നത്. ഇത് ഏതൊക്കെ രീതിയിലാണ് ഓരോരുത്തർക്ക് അനുയോജ്യമായിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും കൺസിഡർ ചെയ്യേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, ഒരു 30 വയസ്സിനും 40 വയസ്സിനും ഇടയ്ക്കാണ് നമ്മൾ വീട് സ്വന്തമാക്കുന്നത് എന്നുണ്ടെങ്കിൽ അടുത്തൊരു 10 വർഷത്തിനുള്ളിൽ ഇത് അപ്ഗ്രേഡ് ചെയ്യേണ്ടതാണ് എന്നുള്ള ഒരു ധാരണയോടുകൂടി വേണം ഈ പ്രോപ്പർട്ടി നമ്മൾ വാങ്ങിക്കാനായിട്ട്. അപ്പോൾ ഈ 10 വർഷം കൊണ്ട് നമ്മുടെ ഈ പ്രോപ്പർട്ടിക്ക് ഒരു ന്യായമായ അപ്രിസിയേഷൻ ഉണ്ടാവണം, ലിക്വിഡേറ്റ് ചെയ്യാനുള്ള ഒരു എളുപ്പം ഉണ്ടാവണം. അപ്പോൾ ലൊക്കേഷൻ എന്ന് പറയുന്നത് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമത്, നമ്മൾ ഇനിയിപ്പോൾ ലിക്വിഡേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ കൂടിയിട്ട് ഭാവിയിലേക്ക് നമുക്കുള്ള റെൻ്റൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രോപ്പർട്ടി ആയിരിക്കണം. അതായത് ഒരു വീട് എന്നുള്ളത് താമസിക്കാനുള്ള ഒരു ഇടം എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഭാവിയിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൂടി ആയിട്ട് കാണണം എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ.